ലൈറ്റിങ്ങിന്റെ ഒരു ഫിനിഷിങ്ങിൽ കാശില്ല മൊത്തത്തിലൂടെ വേറെ കളർ. അതെ നല്ല രീതിയിൽ തണുപ്പ് വന്നു തുടങ്ങിയിട്ട് മഞ്ഞ മദാന ആടാ ഇത് സ്ട്രൈറ്റ് വെച്ചോ, സ്ട്രൈറ്റ് ആയിക്കോട്ടാ. മഷ്റൂം സ്റ്റിക്ക്, ആ കൂണ് ഇതൊക്കെ 400 രൂപയുടെ സാധനത്തിന്. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് പഞ്ചാബ് അമൃത്സറിൻ്റെ ഒരു സൈഡിലാണ്. കണ്ട ചെറിയ ഉറക്കഷൻ്റെ മുഖത്ത്, കാരണം ഇന്ന് ഉച്ച വരെ നല്ല രീതിയിൽ ഉറങ്ങി. രാവിലെ ഫുള്ളിന്ന് എഡിറ്റ് ചെയ്യലായിരുന്നു, 2-3 എപ്പിസോഡ് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി 2-3 ദിവസം ഡിലേ ആയില്ലേ ജമ്മു കാശ്മീർ കയറിയപ്പോൾ, നമുക്ക് എപ്പിസോഡൊന്നും ഇടാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടെല്ലാം ഇന്നോട്ട് നമ്മുടെ കണ്ടിന്യൂഷൻ ഉണ്ടാവും മിക്കതും. നമ്മൾ പറ്റമല ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് റൈറ്റ് കയറി കഴിഞ്ഞാൽ നമ്മുടെ ഈ അമൃത്സറായി, മറ്റേ ഇവിടുന്ന് റൈറ്റ് കയറി കഴിഞ്ഞാൽ നമ്മുടെ ഗോൾഡൻ ടെമ്പിളായി. അതുപോലെ ഇത് നമ്മുടെ ഹോട്ടൽ കണ്ടാ. നമ്മളിനി പോകാൻ പോണത് ഇപ്പോൾ ടെമ്പിളിലേക്കാണ്. പിന്നെ വാഗ ബോർഡർ പോകാണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ വാഗ ബോർഡർ പ്ലാനിലുണ്ടായിരുന്നു, പക്ഷേ വാഗ ബോർഡർ ഓൾറെഡി ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞു നമ്മളിവിടെ ചോദിച്ചപ്പോൾ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോണത് ഗോൾഡൻ ടെമ്പിൾ, അതുപോലെ ഇവിടുത്തെ ഫുഡ് മാർക്കറ്റും ലോക്കൽ മാർക്കറ്റും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി സ്മൈൽ ബിഗിൻസിലേക്ക് സ്വാഗതം. നമുക്ക് 2 ദിവസത്തെ ഉറക്കം ശരിക്കും ബാക്കിയുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പിന്നെ ഇന്ന് ലേറ്റായി. പിന്നെ രാത്രി കാണാനാണെങ്കിൽ ശരിക്കും ഗോൾഡൻ ടെമ്പിൾ ഹെവി ലുക്ക്. അപ്പോൾ നമുക്ക് ഇവിടെ എന്തെങ്കിലും കഴിച്ചിട്ട് വേണം പോകാൻ. ഒന്ന് ഉച്ചയ്ക്ക് പോലും ഒന്നും കഴിച്ചിട്ടില്ലേ, അതെ ഇപ്പം 6 മണിയായി. അപ്പോൾ രാത്രിയാണ് കാണാൻ നമ്മൾ പ്ലാൻ ഇട്ടേക്കണേ. പിന്നെ ഇവരോട് ചോദിച്ചപ്പോഴും പറഞ്ഞു, ഞാനിവിടെ കണ്ട് ഇവരോട് ചോദിച്ചപ്പോഴും പറഞ്ഞു രാത്രി കാണാൻ രസം, രാത്രി ഫോട്ടോയിൽ കണ്ടപ്പോൾ രാത്രി രസം. അപ്പോൾ രാത്രി എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. പിന്നെ ഈ പഞ്ചാബിലാണ് സ്പെഷ്യലാണ് പേടകൾ കണ്ട, പല പല വെറൈറ്റി പേടകളാണ് കണ്ടോ നോക്കിയാൽ, ഒക്കെ വെറൈറ്റി പേടകളാട്ടോ കണ്ടാ. പേടനാണ് അച്ചടത് കണ്ടോ നോക്കിയാൽ. അതിൻ്റെ പേരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കുറേ ഉണ്ട് കേട്ടോ, അതാ ഞാൻ പിന്നെ ചോദിക്കാത്ത. നോക്കിയാൽ ഒക്കെ വെറൈറ്റി, നമ്മുടെ പുട്ട് കഴിച്ചണ പോലെ സാധനം നോക്കി. നോക്കി അത്യാവശ്യം നല്ല കാശുണ്ട് കേട്ടോ, 10 രൂപ 20 രൂപയ്ക്ക് ഒരെണ്ണത്തിന് ഇതിൻ്റെയൊക്കെ കണ്ടോ. പറയുകയാണെങ്കിൽ കുറേ ഉണ്ട്. ചണ്ടേറിൽ കല, മൂങ് ദാൽ കഫ്രി, കറാച്ചി ഹൽവ കണ്ട. മറ്റേ എന്താ പറയുക, പേടകളുടെ ഒരു ഭയങ്കര അറിയപ്പെടുന്ന ഒരു സ്ഥലമാട്ടോ നമ്മുടെ പഞ്ചാബ്. നമുക്ക് ഇവിടെ നിന്ന് നല്ല അടിക്കുക നല്ലത് ചിക്കൻ ഐറ്റംസ്. ഇത്ര നാളും വെജ് തന്നെ ആയിരുന്നു കഴിച്ചത്, ഫുള്ള് ദാബ ഇത് മറ്റേ കുറച്ചൊക്കെ ആയിരുന്നു. നോക്കിയാൽ ചിക്കൻ അടിക്കാം. ഇത് ഫുള്ളാട്ടോ 300 രൂപ, ഇത് 2 150 രൂപ. പിന്നെ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക മാർക്കറ്റ് ഫുഡ് മാർക്കറ്റ് കണ്ടില്ലേ. ഇവിടെ നിന്ന് അങ്ങോട്ട് മൊത്തം ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള സിറ്റി തുടങ്ങാം കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ ഒരു ചിക്കൻ പീസ് എന്തെങ്കിലും കഴിച്ചിട്ട് അല്ലെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഈ ഗോൾഡൻ ടെമ്പിളിൽ പോകാം. കാരണം ഇപ്പോൾ കിടിലൻ ക്ലൈമറ്റ് ആവും ഇപ്പോൾ അവിടെ. കാരണം ലൈറ്റിൻ്റെ മൂഡിൽ ഗോൾഡൻ ടെമ്പിൾ കാണാൻ ശരിക്കും വേറൊരു മൂഡ് തന്നെയാണ്. കാരണം രാവിലെ വന്നു കഴിഞ്ഞാൽ വെയിലാണ്, നമുക്ക് വിഷ്വൽ കിട്ടും. പക്ഷേ നമ്മൾ ശരിക്കും ഒരു വ്യൂ കിട്ടണമെങ്കിൽ നൈറ്റ് തന്നെ എക്സ്പ്ലോർ ചെയ്യണം ശരിക്കും. ഈ അമൃത്സർ വരികയാണെങ്കിൽ ഗോൾഡൻ ടെമ്പിൾ. പിന്നെ ഇത് കീമ കബാബ്, ചിക്കൻ കബാബ്, അത് 2 പോരെ. ഇവിടെ ഈ ഫുഡ് എക്സ്പ്ലോറിങ് ഇതോടുകൂടി കഴിഞ്ഞിട്ടില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ഈ ഒരു ഫുഡിങ് മാത്രം ജസ്റ്റ് ഒന്ന് ഫുഡ് ചെയ്തിട്ട് പോകാൻ വെച്ചിട്ടാ. ഇനി ഗോൾഡൻ ടെമ്പിൾ പോയി കഴിഞ്ഞാൽ അവിടുത്തെ കുറച്ച് പരിപാടി കഴിഞ്ഞാൽ അവിടെ എന്താ പറയുക ഫ്രീ ആയിട്ട് അന്നദാനം പോലത്തെ എന്തോ ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ അതും കിട്ടുകയാണെങ്കിൽ അതും കവർ ചെയ്യാം. പക്ഷേ എത്രത്തോളം നമുക്ക് വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന അറിയില്ല കേട്ടോ. പരമാവധി നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യും ഞാൻ. പിന്നെ ഞാൻ എവിടെ പോയാലും ഞാൻ പറഞ്ഞില്ലേ ഫുഡിൻ്റെയും അതുപോലെ ഈ മാർക്കറ്റും ചെയ്യണതും കാണുന്നത് ഇതൊരു നമ്മുടെ ഒരു എന്താ പറയുക, അത് കണ്ടു കഴിഞ്ഞാൽ ഒരു രസമല്ലേ. നമുക്ക് എത്ര കുറേ പേർക്ക് ഉണ്ടാവില്ല എന്തൊക്കെ ഫുഡ് ഉണ്ടാവുക, നോർത്ത് ഇന്ത്യയിൽ പോയാൽ എങ്ങനത്തെ സിറ്റിയാണ് ഉണ്ടാവുക. അങ്ങനെ പരമാവധി നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. എന്താ ജോൺസ് ആയാ ഇതെവിടെ സാധനം നമ്മുടെ ആയോണ്ടിരിക്കട്ടോ.
ചേട്ടാ സാധനം കിട്ടിയില്ല. ജോൺസൺ എങ്ങനെ കഴിച്ചു നോക്കിയാ? എന്നുണ്ട് സാധനം? ഏയ് പട്ടികൾ നിങ്ങൾ നോക്കി ഇഷ്ടപ്പാവം. എന്നുണ്ട് അത് നോക്കണ്ട നീ, അത് പലതും നിൽക്കും. ഇത് മറ്റേ ക്രീമിന്ന് പറഞ്ഞവര് രണ്ട് ഫ്ലേവർ ഉണ്ടെന്ന് പറഞ്ഞു. എന്തൊക്കെയോ മറ്റേ മിൽക്ക് മെയ്ഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്ത് തരുന്നതാ. മിൽക്ക് മെയ്ഡ് അല്ലടത്, ക്രീം. നോർമൽ ക്രീം എന്ന് പറഞ്ഞൊരു ടൈപ്പ് സാധനം ഉണ്ട്, ആ സാധനം കഴിക്കണം. മിൽക്ക് മെയ്ഡ് അല്ല, ക്രീം, നോർമൽ ക്രീം. പക്ഷെ കാണുമ്പോൾ മിൽക്ക് മെയ്ഡ് പോലെ, പക്ഷേ നോർമൽ ക്രീം എന്ന് പറഞ്ഞൊരു ഈ തന്തൂരിയിലൊക്കെ വയ്ക്കണതുണ്ട്, ആ ക്രീമി ടൈപ്പാണ്. ഇതിൽ മെയിനായിട്ട് ഫ്ലേവർ ഏതാണ് വരുന്നത്? ഫ്ലേവർ മെയിനായിട്ട് വരുന്നത് മറ്റേ കുരുമുളക്, മല്ലില. അതൊക്കെ അരച്ചുള്ള സാധനം. എന്നിട്ട് ഞാനൊരു പീസ് എടുത്തോട്ടെ, എന്നിട്ട് എടുത്തോക്കെ. എല്ലുള്ള പീസ് ഒന്നും പട്ടിക്കിട്ട് എടുത്തിട്ട് ഞാൻ എടുക്കണ പീസ് തൊട്ടോ. ക്രീമി ഫ്ലേവർ സൂപ്പറായിട്ടുണ്ട്. നമ്മുടെ റുമാലോട്ടി വാങ്ങട്ടെ. കണ്ടില്ലേ റുമാലോട്ടിനപ്പാണ് ശരിക്കും ഇത് കഴിക്കണം. അതിന് കോംബോ കള്ളക്കാരനെ വെച്ചിട്ട് കണ്ണ് കാണാനല്ലേ എന്നോട് സാധനം കഴിച്ചപ്പോ ഏതെങ്ങനെ എടുക്കാ കഴിക്കുക ഇങ്ങനെ. നമ്മളെ അങ്ങനെ ചായ ഇവിടെ കഴിഞ്ഞത് ഇറങ്ങിയിട്ടാ. ഇവിടെ നിന്ന് നേരെ ഒരു 300 മീറ്റർ നടക്കാണ്ട് കറക്റ്റ് നമ്മളതിൻ്റെ ഒരു ചുറ്റളലിൽ നിന്ന് നമ്മൾ താമസിക്കുന്നത് മൊത്തത്തിൽ. നമ്മളിപ്പോൾ നടന്നേ ആ കാണാട്ടാ ഗോൾഡൻ നമ്മൾ നടന്ന് ഒരു സൈഡിൽ കൂടെ ഒരു ചൗക്കി മറ്റേ എന്താ പറയുക മാർക്കറ്റിൽ കൂടെ നടന്ന് ഷോർട്ട് കട്ട് അടിച്ചിട്ടാ വന്നേ. 300 മീറ്റർ ആയിരുന്നില്ല കേട്ടാ, 650 മീറ്ററിന് മുകളിൽ നടന്നിട്ടുണ്ടാവില്ല നമ്മൾ സൈഡിലേക്ക് എത്തിയണം. ഇപ്പോൾ ഈ ഗോൾഡൻ ടെമ്പിളിൻ്റെ ഇവിടെ മറ്റേ തലയിൽ കെട്ടണ മറ്റേ തുണി നമുക്ക് വാങ്ങണം, അതില്ലാണ്ട് അലോട്ട് ചെയ്യില്ല ഇവര്. ഇതേ ബാക്ക് സൈഡ് ആട്ടാ നമ്മൾ വന്നേക്കണത്, അവിടേക്ക് എത്തണം. ആണോ ഉള്ളിൽ കാണുന്നത് ഇതാണ്. ബാക്ക് സൈഡിലേക്ക് വന്നാണ് നമുക്ക് അപ്പുറത്തെ സൈഡിൽ നടന്ന് പോകാം. ഫ്രണ്ടിലേക്ക് ഒരു ഫുഡ് ഉണ്ടാക്കണ ഏരിയ കണ്ടാ. എത്ര പേർക്ക് എനിക്കറിയില്ല, 1000 എത്രയോ സംതിങ് പേർക്ക് ഒരു ഫുഡ് ഡെയിലി ഉണ്ട്. അത് അവരൊരു ആചാരം പോലത്തെ കീപ്പ് ചെയ്യുന്ന കാര്യമാണ്. നമ്മളിനി ഇതേതുകൂടെ തന്നെ കിടന്നിട്ട് ഫ്രണ്ട് ഗേറ്റ് പോയിട്ട് ഈ ഒരു തലയിൽ കെട്ടണ സാധനം വാങ്ങണം, എന്നിട്ട് കിടക്കണ്ട. ഇതുകൂടെ എൻട്രി ഇടാം. കണ്ടില്ലേ നമ്മളിതേ ബാക്കിൽ കൂടെ വന്നിട്ട് ഇതേ ഫ്രണ്ടിലേക്ക് എത്തിപ്പോൾ കണ്ടില്ലേ. ഇതേ ഇവിടുത്തെ ലുക്കൊക്കെ കണ്ടില്ലേ, ഒരു ഫ്രഞ്ച് ഒരു മാർക്കറ്റ് പോലത്തെ ഒരു ഏരിയ നോക്കിയാൽ കണ്ടില്ലേ. എന്നുണ്ടോ ഏരിയ ഒരു കളർ കോമ്പോ ഇല്ലേ മൊത്തത്തില് നല്ല വൃത്തിയായിട്ട് മൊത്തം കണ്ടില്ലേ. വേറെ വൈബിലുണ്ടാക്കണം അവര്. ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ഇങ്ങനത്തെ മാർക്കറ്റ് തന്നെയാ. ആ കാണാണ് ഗോൾഡൻ ടെമ്പിൾ. നേരെ നമുക്ക് എന്തായാലും തലക്കെട്ട് വാങ്ങണം. തലക്കെട്ടില്ലാണ്ട് അവർ ഉള്ളിലേക്ക് അലൗ ചെയ്യില്ല. അല്ലെങ്കിൽ നമുക്ക് പിന്നെ എന്താ ടവലായാലും കുഴപ്പമില്ല കേട്ടോ, ടവലായാലും ബെറ്റർ. പക്ഷെ നമ്മളിട്ട് പിന്നെ ടവൽ യൂസ് ചെയ്യാത്ത കാരണം പിന്നെ എന്താ പറയുക, പിന്നെ ആരും മാസ്ക് ഒന്നും വെച്ചിട്ടില്ല കേട്ടോ. മാസ്ക് ഇവിടെ ആരും വെക്കണമാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ വെച്ചിട്ടില്ല. കാരണം ഇവിടെ നോക്കിയപ്പോൾ കൗണ്ട് കുറവാണ്. സോ പിന്നെ മാസ്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു നമ്മുടെ കയ്യിൽ സേഫ്റ്റിക്ക് ഉണ്ട്, പക്ഷേ സീൻ വന്നിട്ടില്ല ഇതുവരെ. നമുക്ക് നൈസായിട്ട് ഈ എന്താ പറയുക പക്കിടി വാങ്ങാം. പക്കിടിന്ന് അങ്ങനെ എന്താ പറയും തലക്കെട്ടിനെ കണ്ടില്ലേ, ഇവരൊക്കെ ചേട്ടന്മാരെ കേട്ടിട്ടുണ്ടല്ലേ, അതാണ് വാങ്ങണം. നമുക്ക് ഇവിടുന്ന് വാങ്ങാം സാർ. ഇതിന് പല ടൈപ്പ് ഉണ്ട് കേട്ടോ. കണ്ടാ ഇങ്ങനത്തെ ടൈപ്പ് വാങ്ങാം നമുക്ക് പറഞ്ഞാൽ. ഇത് മതി ഭൈ. കിറ്റനൊക്കെ ഭൈ 20 का ये 2 भी दे दो, ये 2 भी है എന്നാ കേട്ടോ. എങ്ങനെ കേട്ടാന്ന് റെഡിയില്ല നോക്കട്ടെ കേട്ടോ. ആടാ ഇത് സ്ട്രൈറ്റ് വെച്ചോ, സ്ട്രൈറ്റ് ആയിക്കോട്ടാ. ഇതേടാ അങ്ങനെ ഇത് പകിടിയല്ലേടാ, പടുക്കാന്ന് പറയാം ഇതിനെ. ഇത് കെട്ടിണ്ട്. ഇത് എങ്ങനെ കെട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിധത്തിൽ ഇതേ ഇവിടെ ടൈറ്റ് വെച്ചിട്ടുണ്ട്, എന്താണെന്നറിയില്ല. ഇനി നമുക്ക് നൈസായിട്ട് അങ്ങോട്ട് പോവാം കേട്ടോ. ജോൺസ് ഒരു വള വാങ്ങാൻ നിൽക്കുക, വള അവൻ്റെ തടവള ഉണ്ടാവനെ പറഞ്ഞു. ജോൺസ് ആ കാണിച്ചു കൊടുക്കറ, ലുക്ക് കാണിച്ചു കൊടുക്കറാ. അല്ല വേറെ വൈബ്. പിന്നെ ഇതേ കണ്ട ഈ ഒരു പാറ്റേൺ ഉണ്ട് കേട്ടോ, അതുപോലെ ഈ ഒരു പാറ്റേൺ ഒക്കെ ഉണ്ട്. പക്ഷെ ഒന്നും കാര്യമില്ല, നമുക്ക് ലുക്കിനൊന്നല്ല, മെയിനായിട്ട് നമുക്കൊരു ഫോട്ടോയ്ക്ക് കുറച്ച് ഭംഗി കിട്ടുന്നത് ഫീൽ ചെയ്തതാണ്. പിന്നെ മെജോറിറ്റി ആൾക്കാർ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ് കണ്ടില്ലേ ഇതേ. അപ്പോൾ നമുക്കിനി കുറച്ചങ്ങനെ നടക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോഴേക്കും നമ്മൾ ചെരുപ്പ് അവിടെ സേഫായിട്ട് അവിടെ വെക്കണം ലോക്കറിൽ. ചെരുപ്പ് അലൗഡ് അല്ല, അപ്പോൾ നമുക്ക് ചെരുപ്പ് എടുത്ത് വെക്കണം. അതുപോലെ ഇതിവിടെ റെസ്പെക്റ്റിൻ്റെ ഒരു പാർട്ടായിട്ട് വെക്കണം കേട്ടോ. അതായത് ഇവരവിടേക്ക് കിടക്കുമ്പോൾ ഒരു റെസ്പെക്റ്റ് ഫീൽ ചെയ്യണ പോലെ. ഭംഗിയുണ്ടാ കുഴപ്പമില്ലോ. കാരണം ഇത് സ്ട്രൈറ്റ് വരണം, എന്നാലും അതിൻ്റെ ഒരു എന്താ പറയുക, സ്ട്രൈറ്റ് വന്നാലും ശരിക്കും ഭംഗി വരണല്ലോ. പല പാറ്റേൺ ഉണ്ട്. മറ്റേ സിക്കുകാർ വെക്കില്ലേ അങ്ങനത്തെ തൊപ്പി വരുന്നുണ്ട്.
പക്ഷെ അത് ഫോട്ടോയ്ക്ക് ലുക്ക് ഉണ്ടാവില്ല വെച്ചിട്ട് ഞാൻ ഇത് വെച്ച്. ഇത് കുറച്ചുകൂടി കളറല്ലേ കാണാൻ മുഖത്തിന്, ബ്രൈറ്റ്നസ് വലിയ ഓറഞ്ച് അല്ലേ. അങ്ങനെ നമ്മൾ ഇതങ്ങനെ പഞ്ചാബ് ഗോൾഡൻ ടെമ്പിളിന് മുമ്പിലെത്തി തുടങ്ങി കേട്ടോ. അവിടെ ക്യാമറ യൂസ് ചെയ്യാനൊന്നും കുഴപ്പമില്ലാന്ന് പറഞ്ഞത്, പക്ഷെ ടെമ്പിളിൽ ഉള്ളിൽ കയറാൻ പറ്റില്ല. മൊത്തത്തിൽ ഇവിടെ കൊടുത്താൽ ഒരു ആംബിയൻസ് തന്നെ വേറെ കേട്ടോ. കണ്ടാ നോക്കിയാൽ നമ്മളെന്നിട്ട് നാളെ ഇവിടെ നിന്ന് വിടാട്ടോ. നാളെ നമ്മൾ രാജസ്ഥാൻ പോവാം. രാജസ്ഥാനിൻ്റെ പ്ലാനിങ് ഒന്നും ശരിയായിട്ടില്ല. ജയ്പൂർ കയറണോ അത് വേറൊരു അറിയണ ഒരു രാജസ്ഥാനിലൊരു ഫ്രണ്ട് ഉണ്ട്, ആളുടെ അവിടേക്ക് പോകണമെന്ന് അറിയില്ല. ആളെ വിളിച്ചിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. അതൊക്കെ നമുക്ക് വഴിയെ നോക്കാം. അതെ ഇതാണ് ശരിക്കും അതിൻ്റെ മെയിൻ എൻട്രി കേട്ടോ. മുമ്പിൽ കാണുന്ന ഇത് കണ്ടില്ലേ കവാടം, അവിടെ നിന്നാണ് കയറിയിട്ട് ഉള്ളിൽ കയറണം. അടിയിലൊക്കെ മാർബിളാട്ടോ. ചെരുപ്പൂരി നടക്കുമ്പോൾ എന്താവോ ഉണ്ട്. എല്ലാവരുടെ തലയിലും ഒന്നെങ്കിൽ ആ സിക്കാര സാധനം ഉണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക ഈ ഒരു പകിടി പോലെ സാധനം ഉണ്ട്, അല്ലെങ്കിൽ ടവല്. അവിടെ ഇവൻ്റെ തലയിലേക്ക് ടവലാട്ടോ. ലൈറ്റിങ്ങിൻ്റെ ഒരു ഫിനിഷിങ്ങിൽ കാശില്ല. മൊത്തത്തിലിവിടെ വേറെ കളറാണ് കൊടുത്തേക്കണ, മൊത്തത്തിൽ വേറൊരു മൂഡ് എന്ന് പറയാം കേട്ടോ. നമുക്കല്ലേ ഇനി ഷൂ എടുത്ത് വയ്ക്കാം. നമ്മൾ ഷൂവും ചെരുപ്പൊക്കെ ഇട്ടിട്ട് വന്നതാണ്. അപ്പോൾ അത് എന്തായാലും ഇവിടെ ലോക്കറിലും സേഫ് ആക്കാം. എന്നിട്ട് ഇത് കൂടെ കണ്ട് ഉള്ളിൽ കയറാം വേണ്ട. ഇവിടെ പല സ്ഥലത്തു നിന്ന് ആൾക്കാർ ഇവിടെ എന്താ പറയുക സ്റ്റേ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒക്കെ ഫ്രീ സ്റ്റേ ചെയ്യാം. കാരണം അവർക്ക് ഒരു പുതപ്പും ഒരു തലമുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ നിൽക്കാം. അങ്ങനത്തെ സീനൊന്നും ഇല്ല. എല്ലാവർക്കും ഓരോ അഭയകേന്ദ്രമാണ് ശരിക്കും പറയുകയാണെങ്കിൽ. ഇത് ഫുൾ ടൈമാണ്, ഫ്രീ ഫുഡാട്ടാ. അത് എപ്പോഴും ഉണ്ടോയെന്ന് അറിയില്ല, പക്ഷേ എല്ലാ ദിവസവും ഉണ്ട്. ഏത് ടൈമിൽ നിന്ന് എനിക്കറിയില്ല കേട്ടോ. അതുപോലെ എന്താ പറയുക ഫ്രീ ടോക്കണാ, കാശില്ല. പക്ഷെ തണവ് തന്നെയാട്ടാ മെയിനായിട്ട്. എല്ലാവരും സോക്സ് പോലെ അല്ല അവിടെ അല്ല. അവൻ ചെരുപ്പിട്ട വന്നത്, ഞാൻ ഷൂവും സോക്സ് വരെ ഉരിപ്പിച്ചു. കണ്ടില്ലേ നമുക്ക് ഈ ഒരു മാറ്റ് വിരിച്ചതുണ്ട്, കാരണം വലിയ കലാപില്ല. അതുകൊണ്ട് തണവുള്ള എങ്ങനെയുണ്ടാ ഇതേ ശരിക്കും രാവിലെ കാണാൻ വേറൊരു മൂടാട്ടോ. പക്ഷെ രാത്രിയാണ് നമുക്ക് ഇഷ്ടപ്പെട്ട മെയിനായിട്ട് ഫോട്ടോസും വീഡിയോസും കണ്ടപ്പോഴേ. തണവി കൂടെ നടന്ന് പോരാണ്ടേ കാലും കൂടെ കണ്ടാ നോക്കിയാൽ ചൂടുവെള്ളാട്ടോ. അതിനാ വലിയ കുഴപ്പമില്ല. നമുക്ക് ഉള്ളിൽ നടക്കാം. കണ്ടില്ലേ ആ മുമ്പിൽ കാണാട്ടെ ഗോൾഡൻ ടെമ്പിൾ. ഞാൻ വിചാരിച്ചാൽ മതി തണുത്തവെള്ളമാണ്. തണുത്തവെള്ളത്തിൽ കൂടെ അല്ലെങ്കിലോ മറ്റേ ഐസ് പോലത്തെ നടക്കണേ മാർബിൾ വേണം. എന്നിട്ട് ഈ ഒരു തണുത്ത വെള്ളത്തിൽ കൂടിയും കഴുകാണെന്ന് പെട്ടെന്ന്. പക്ഷെ അവിടെ ചൂടുവെള്ളം വെച്ചേക്കണം മൊത്തത്തിൽ. കണ്ടില്ലേ രാത്രി കാണുമ്പോഴുള്ളൊരു ഫീല് കണ്ടാ നോക്കിയാൽ. നമ്മളിപ്പോൾ എത്തിണ്ടാ ഉള്ളില്. ജോൺസ് എവിടെയാ? ജോൺസ് എങ്ങനെയുണ്ടാ? ഇതാണ് ഗോൾഡൻ ടെമ്പിൾ. ഇനിയുണ്ട് വേറെ മൂടല്ലേ ഇത്. ശരിക്കും എന്താ പറയുക മൊത്തം ഒരു പീസ് മൈൻഡാണ് അവിടെ എല്ലാവർക്കും. കണ്ടില്ലേ ഇവിടെ പലരും വന്നിട്ട് അവിടെ നമ്മുടെ അവിടുത്തെ ഇവരുടെ ബുക്കുകൾ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ പേര്. പിന്നെ ഇവിടെ വന്നിട്ട് ഇവരുടെ മെയിൻ കുമ്പിടൽ ആചാരം കണ്ടില്ലേ കണ്ടാ. അവിടെ ഒരാൾ കുന്തം പിടിച്ചിട്ടുണ്ടാ. ഇവിടെ ഇട്ട് എന്തെങ്കിലും റോങ് അടിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു പോകണത്. അതെ ഇവിടെ നമ്മൾ കുറേ നേരം നമ്മൾ ലൗഡിൽ സംസാരിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ നൈസായിട്ട് ചലിപ്പിച്ചു വരും. അതെങ്ങനെ വന്നിട്ടൊക്കെ മുഖം കഴുകി ഫ്രഷ് മൈൻഡിലേക്ക് എത്തിക്കണ്ട. ഇവർക്ക് ശരിക്കും ഒരു പുണ്യ സ്ഥലമാട്ടത് ഈ അമൃത്സറിൽ ഈ ഗോൾഡൻ ടെമ്പിൾ. കണ്ടില്ലേ കേട്ടില്ല ഇവിടെ വലിയ രീതിയിൽ ക്യാമറയും ഒന്നും അലൗഡല്ല. പക്ഷെ എന്നാലും നമ്മൾ വലിയ ഓളിയും ബഹളിലാണ്ട് എടുത്താൽ മതി, അതുവരെ കുഴപ്പമില്ല. ഇത് ശരി കണ്ടില്ലേ അവിടെ കുളിക്കണ സെറ്റപ്പ് ഒക്കെ ഉണ്ടാ. ഇവരുടെ ഓരോ വിശ്വാസങ്ങളും അതൊക്കെ കണ്ടില്ലേ. പിന്നെ ഇവിടെ ഇതിനുള്ളിൽ നിറച്ച് മീനുകളെ കണ്ടാ നോക്കിയാൽ ഉണ്ട മീനുകളാ. നോക്കാണ്ട് കുറച്ച് ചിന്തിയാണെന്ന് പറയില്ലേ. നമുക്ക് നടക്കാം. പക്ഷെ ഇപ്പം ഏതാണ്ട് തണൊക്കെ പോയിട്ടാ ഈ മാർബിളിലത്തെ. എന്നാലും നമുക്ക് ഇതോടെ നടക്കാം. കളർ കോമ്പിനേഷനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നോക്കിയാൽ ഇവിടെ ഇവരവിടെ കുളി കാര്യങ്ങളൊക്കെ കേട്ടോ. അവിടെ നമ്മൾ കുളിക്കണ ഏരിയ വല്ലാത്ത രീതിയിൽ ഷൂട്ടിങ് ചെയ്ത് കേട്ടോ. നോക്കിയാൽ ഇവർക്ക് 4 സൈഡിലും പ്രതിഷ്ഠ പോലെ വെച്ചാൽ കേട്ടോ. കണ്ട 4 സൈഡിൽ ഇതായത് ഇങ്ങനത്തെ
എന്താ പറയുക ഇവരെ ഈ അമ്പലം പോലെ ഉണ്ടാക്കി വെച്ചിട്ട് ഇവർക്ക് ഇങ്ങനെ പ്രതിഷ്ഠ, അതുപോലെ ലെറ്റർ ബോക്സ് ഒക്കെ വെച്ചേക്കണ്ട. അതേപോലെ ഇത് നമ്മുടെ അവിടുത്തെ സെയിം ഗ്രോട്ട പോലത്തെ ഒരു ഐറ്റം കണ്ടാ. ആ മുമ്പിലേക്ക് ആളിരിക്കണണ്ട, വേറെ മൂഡിലിരിക്കണുണ്ട്, പീസ് മൈൻഡ്ലി കണ്ടാ. നോക്കിയാ അവിടെ നോക്കിയിട്ട് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക കണ്ടാ. പിന്നെ ശരിക്കും അതിൻ്റെ ബാക്ക് സൈഡ് കേട്ടാ, ഈ ഗോൾഡൻ ടെമ്പിളിൻ്റെ ബാക്ക് സൈഡ് കണ്ടാ. എന്താ പറയുക, അവരൊരു ആചാരം പോലത്തെ മറ്റേ കുളിക്കൽ സെറ്റപ്പ് ഉണ്ട്. ഈ 4 സൈഡിൽ ഇത് ഈ ഒരു സൈഡിലും അതുപോലെ ഈ ഒരു സൈഡിലും 2 ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ. പിന്നെ ഇവർക്ക് ഓരോ സ്പോട്ടിൽ ഇരിക്കാം, കുറേ പേർക്ക് ഇങ്ങനെ ധ്യാനിക്കണ ഒരു സ്പോട്ടുകൾ, പിന്നെ ഇവിടേക്ക് ഇങ്ങനെ ഓരോരുത്തർക്ക് പ്രാർത്ഥിക്കാൻ, അതുപോലെ ബുക്ക് വായിക്കാൻ, മൊത്തം ഒരു എന്താ പറയുക വേറൊരു ഫീലാ. ഒന്നെ കാണണം ശരിക്കും ഇതൊക്കെ. അപ്പോൾ ഇത് ഗോൾഡൻ ടെമ്പിൾ കാണാത്തവർക്ക് ഒന്നുകൂടി കാണിച്ചിട്ടാ. ഇതൊരു എൻട്രി കേട്ടോ. അതുപോലെ ഇത് 2ാമത്തെ എൻട്രി, പിന്നെ 3ാമത്തെ മെയിൻ എൻട്രി. നമുക്ക് ഇനി നൈസായിട്ട് അങ്ങോട്ട് നടക്കാം, എന്നിട്ട് അവിടേക്കും കൂടി പോയിട്ട് അങ്ങോട്ട് പുറത്തേക്ക് പോവാം. ഉണ്ണി വെള്ളമെന്നാണ് പറയണം, നമുക്ക് കുടിച്ചോക്കാം. ചൊവ്വയുണ്ടല്ലേ നൈസായിട്ട്. അതുപോലെ നല്ല തണുപ്പുണ്ട് കേട്ടോ. അതേ നല്ല രീതിയിൽ തണുപ്പ് വന്ന് തുടങ്ങിയിട്ട്, അതുപോലെ സൂക്ഷിച്ച് നോക്കി കാണാൻ പറ്റും. മറ്റേ മഞ്ഞ് വന്ന് തുടങ്ങിയിട്ട് അല്ലേ മനസ്സേ, കോട വന്ന് തുടങ്ങി. നമുക്ക് ഇനി അങ്ങോട്ട് നടക്കാം. എത്ര കോടാ, ഞാൻ ഒന്ന് മുഖം കഴുകിട്ട് ഒന്നും കൂടി, കാരണം അവിടെ മറ്റേ ആളുകാർ എനിക്ക് അത്ര മുഖം കഴുകാൻ പറ്റില്ല. ലാസ്റ്റായിട്ട് ഒന്ന് മുഖം കഴുകട്ടെ, എല്ലാ പാപങ്ങൾ കഴുകളെ. അവർ വിശ്വാസമുണ്ടത് അല്ലേ, ഇറങ്ങി നിൽക്കാം. ഇത്ര ഉള്ളോ, എല്ലാ പാപവും കഴുകികളുണ്ട്. നോൺസ് കഴുകലുണ്ടോ? നോക്കിയേ നിങ്ങളാ മീൻ വന്ന് നിൽക്കണ ഒറ്റയ്ക്ക്. തൊടോ ഇന്നെ നീ പോണില്ലേ അല്ലേ? നമ്മളേ 2 വട്ടമായി ആള് പിടിക്കണം. ആള് മെയിനായിട്ട് പറഞ്ഞത് എന്താ വെച്ചാലേ, ഒരു 2 മാസത്തിന് മുന്നേ ഇവിടെ ഒരു കുട്ടി, അതായത് ഒരു ആൺകുട്ടി പെൺകുട്ടി വന്നിട്ട് ഇവിടെ ടിക്ടോക്ക് വീഡിയോ ചെയ്തു തോന്നുന്നത് ഈ ഒരു സ്പോട്ടിൽ വന്നിട്ട്. ഈ ഒരു പുണ്യ സ്ഥലത്ത് വന്നിട്ട് അവർ ടിക്ടോക്ക് വീഡിയോ ചെയ്തു. അവർക്ക് വേറെ പിക്നിക് സ്പോട്ടൊന്നും കിട്ടിയില്ല, അതൊക്കെ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയായിരുന്നു. അപ്പോൾ നമ്മുടെ ഫോണും ഈ ഗോപ്രോയിലത്തെ വിഷ്വൽസൊക്കെ ചെക്ക് ചെയ്തു. അന്നേരം ആൾ ചോദിച്ചാൽ എന്താ പറയണേ. അപ്പോൾ ഞാൻ ചിരിച്ചിട്ട് പറഞ്ഞു പോസിറ്റീവ് കാര്യങ്ങൾ പറഞ്ഞു, നമ്മുടെ നാട്ടുകാർക്ക് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്, അങ്ങനെയാണ് മറ്റേ മറിച്ചു. ഞങ്ങൾ ആദ്യം വിചാരിച്ചു ശരിക്കും പെട്ടുന്ന്, കാരണം ഡിലീറ്റ് ചെയ്യാനുള്ള വൈബിലേക്ക് വരെ പോയി ആൾ. അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു, സെറ്റായി. ആളെ നിങ്ങൾ വിഷ്വൽ ഷൂട്ട് ചെയ്തു, പക്ഷേ ഞങ്ങളെ പറ്റിയിട്ട് അരുതാത്തൊന്നും പറയരുത്, കാരണം ഇല്ലാത്ത വിശ്വാസങ്ങളും മറ്റേ എന്താ പറയുക കുറേ പ്രശ്നങ്ങൾ നടക്കണതാണ്. അത് കാരണം നമ്മളിട്ടിട്ട് ഇത് തമാശ പോലെ ആക്കി വിടാൻ പാടില്ല. ഇടാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾ ഷൂട്ട് ചെയ്തിട്ട് ഒരു കുഴപ്പമില്ല, ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പ്രശ്നമെന്ന് പറഞ്ഞു. വേറെ ഇഷ്യൂസൊന്നുമില്ല. അതെ, നല്ല രീതിയിൽ തണുപ്പ് കൂടി തുടങ്ങിയില്ലേ. കാരണം ഇതേ ഇവിടെ കോട ഒന്ന് അറിഞ്ഞു തുടങ്ങി കേട്ടാ. ഇപ്പോൾ കറക്റ്റ് അമ്പലമൊന്നും കാണാൻ പറ്റില്ല കേട്ടാ. പിന്നെ നമ്മളിപ്പോൾ ഈ ഒരു വെള്ളത്തിൻ്റെ സൈഡിലൊന്നും ഫോട്ടോഗ്രാഫി പ്രോഹിബിറ്റഡ് ആണ്. സോ നമ്മൾ എന്താ പറയുക, ഈ വീഡിയോ ഈ ചെറിയൊരു ഗോപ്രോ ലൈനുള്ള കാരണമാണ് ഷൂട്ട് ചെയ്ത് പോകണം. അങ്ങനെ വലിയ കലാപം കിട്ടുന്നില്ല. ശരിക്കും കണ്ടില്ലേ, ഇവിടെ നിന്ന് ശരിക്കും വേറൊരു ഫീലായിട്ടാ. നോക്കിയാൻ അല്ലേ, ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇങ്ങനെ പ്ലേ ആയിക്കൊണ്ടിരിക്കുമ്പോൾ വേറെ ഒരു രസം. നോക്കിയാൽ ഞാൻ സൂം ചെയ്ത് കാണിച്ചിട്ടോ, മൊത്തം സ്വർണ്ണ കണ്ടാ. ഗോൾഡൻ ടെമ്പിൾ കണ്ടാ. ശരിക്കും നേരിട്ട് തന്നെ വന്ന് കാണണ്ട, എന്നാണ് നമുക്ക് ഒരു ലിമിറ്റേഷൻ ഇല്ലേ നമുക്ക് ഇതൊക്കെ പകർത്താൻ. ഫോണിൽ കണ്ടില്ലേ, കുറേ പരിമിതികൾ അതിജീവിച്ചിട്ട് വേണം അതൊക്കെ പകർത്താൻ. അവിടെ അറ്റത്തൊരു ചേട്ടൻ നോക്കിയിട്ടുണ്ട് നമ്മളെ. ചേട്ടാ ഇത് നമ്മുടെ നമ്മുടെ അവിടുത്തെ പോലെ സെയിം ആചാരം തന്നെയാണ് അത് കണ്ടത്. ഇത് കണ്ടില്ലേ നോക്കിയാൽ, നമ്മുടെ പള്ളികളിൽ മാതാവിൻ്റെ മേത്ത് നോട്ടുമാലിടുന്ന ഒരു ഇതില്ലേ ആചാരം, ആ സെയിം സാധനം കണ്ടോ. ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് അവിടെ പോയി പ്രാർത്ഥിക്കുക, അത് സെൻറ്ററിൽ. അത് തന്നെയാണ് രാഷ്ട്രീയമല്ല. ചേട്ടാ ഇപ്പോൾ നമ്മൾ കറക്റ്റ് ഇതിൻ്റെ മുമ്പിൽ എത്തിയിട്ടാ ഗോൾഡൻ ടെമ്പിളിൻ്റെ കണ്ടോ. നോക്കിയാൽ ഇതിന് കറക്റ്റ് ഗോൾഡൻ ടെമ്പിൾ കണ്ടില്ലേ. നോക്കിയാൽ ഒക്കെയാണ് ഞാൻ പറഞ്ഞത്. അതെ കറക്റ്റ് ഇവിടെ നിന്ന് ഒരു 100 മീറ്റർ നടക്കാം കണ്ടോ. അതിൻ്റെ ഉള്ളിൽ കാണുകയാണ് ഗോൾഡൻ ടെമ്പിളിൻ്റെ നടുക്കിലത്തെ വിഷ്വൽ. മനസ്സിലായ നമ്മളിത് ഇവിടെ നിന്ന് വിടാണ്.
കാരണം ഇനി ഇവിടെ നിന്ന് വേറെ വിഷ്വൽസ് ഒന്നും ഇല്ല. മൊത്തം ഒരു കളർ മയം. പ്രത്യേകിച്ച് വരാണെങ്കിൽ രാത്രി തന്നെ വന്നോളട്ടോ. രാത്രി ശരിക്കും വരാണെങ്കിൽ വിഷ്വൽ ട്രീറ്റ് ആണ്. കാണാൻ നോക്കിയാൽ മഞ്ഞൂടി വന്നപ്പോൾ ശരിക്കും കാണുന്ന കളറായി എടാ. നമുക്ക് പോവാനി നല്ല എന്താ പറയുക കോട വന്നു തുടങ്ങി. അതാണ് മെയിൻ. മഞ്ഞും കൂടി കഴിഞ്ഞാൽ ശരിയാവില്ല. പ്രത്യേകിച്ച് ടൈൽസും കൊടുക്കണ തന്നെ. ഇതേ പോവാ. ആരും മാസ്ക് ഒന്നും വെച്ചിട്ടില്ല കേട്ടോ. അതിൻ്റെ ആവശ്യം തന്നെ ഇല്ല എന്ന് കൊണ്ടുപോയവർക്ക്. പട്ടാളുകാരൊക്കെ വന്നിട്ടുണ്ടല്ലോടാ. അപ്പോൾ നമുക്ക് പോവാം. നമുക്ക് ഈ സൈഡിൽ കൂടെ കൂടി പോയി നോക്കി നോക്കാം. ലാസ്റ്റത്തെ ഒരു വിഷയം കൂടി എടുത്തിട്ട് പോവാം. മൊത്തം ഒരു 1 കിലോമീറ്ററിന് അടുത്തുണ്ടാവില്ലേ നടക്കാൻ? പിന്നെ ഏകദേശം 1 കിലോമീറ്റർ കഷ്ടി. 200 മീറ്റർ അല്ലെങ്കിൽ ഒരു 900 മീറ്റർ. ഏകദേശം 1 കിലോമീറ്റർ പിടിച്ചോ വട്ടം. ഇവരൊരു പീസ് എന്താ പറയുക, ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പ്ലേ ആയിക്കൊണ്ടിരിക്കണ്ടില്ലേ. ജോൺസ് വാടാ, പോവാ ഇതേടാ. പിന്നെ നമ്മളെന്താ പറയുക, കൂടുതലൊന്നും അറിയാത്ത കാര്യങ്ങൾ ഞാൻ പറയണില്ല. അത് കാരണമാണ് ശരിക്കും നല്ല എന്താ പറയുക ഒരു ഇവരുടെ വിശ്വാസമാണ് മൊത്തം. അത് സിക്ക് പോയിന് വേണ്ട, നമുക്ക് കളിക്കാന്നൊക്കെ വേണ്ട നോക്കിയാൻ. ബൈ ബൈ. അമ്പടിച്ചു. നമുക്കിനി പുറത്തേക്ക് നടക്കാം കേട്ടാ. എന്നിട്ട് ഇതൊക്കെ നൂരി കളഞ്ഞ് നോർമലിലേക്ക് വരാം. നമ്മുടെ റൂം കണ്ടുപിടിക്കണം മക്കളെ, അത് വേറെ രസം. അപ്പോൾ ഇത് ഫൈനലായിട്ട് കേട്ടാ പോണ്. അപ്പോൾ ഇത് ഫൈനലായിട്ട് ഒന്നുകൂടി കണ്ടോ ഗോൾഡൻ ടെമ്പിൾ. ഇനിയപ്പോൾ നമുക്ക് മാർക്കറ്റ് പിടിക്കാം ഫുഡും. ശരിക്കും ഇതിൻ്റെ ഉള്ളിലൊക്കെ ഷൂട്ട് ചെയ്ത് തന്നാലേ കുറേ ഉണ്ട് ശരിക്കും ഷൂട്ട് ചെയ്ത് കഴിക്കാൻ പറ്റില്ല പെട്ടെന്നൊന്നും. നമ്മൾ നമ്മുടെ ഒരു കാര്യം അത്യാവശ്യത്തിന് കവർ ചെയ്ത് കഴിഞ്ഞാൽ പോവാം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ഇതൊന്നുമില്ല. ഇത് കണ്ടോ ഇവിടെ പണി നടക്കുക. ഞാൻ അന്ന് വരുമ്പോൾ ഈ പണി നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ ഒരു ബ്രിട്ടീഷ് കോട്ട പോലെ അല്ലേ, ഇംഗ്ലണ്ട് ടച്ചൊക്കെ. നമ്മുടെ ഷൂ ഒക്കെ എടുത്തു, സീനൊന്നുമില്ല, തണുപ്പ് തുടങ്ങിട്ടാ. അപ്പോൾ നൈസായിട്ട് പുറത്തേക്ക് ഇറങ്ങാം. അതെ നമ്മൾ എൻട്രൻസിനോടേക്ക് എത്തിറങ്ങണ്ട. അതിന് തലയിലേക്ക് ഊരുകളേട്ടാ. ഞാൻ പിന്നെ കുറച്ചെൻ്റെ ഊരിനുള്ള മഞ്ഞടിക്കണ വെച്ചിട്ട് എന്താടാ ശരിയല്ലേ, മഞ്ഞടിക്കില്ലേട്ടാ. ശരിയാ പറഞ്ഞത് കാര്യട്ടാ. നമുക്കൊരു കുൽഫി കഴിച്ചാലോ? എന്ത് ചോദ്യടാ, കുൽഫി കഴിക്കണോ? എന്തൊരു പ്രത്യേക പോലെ കണ്ടു കുൽഫി എന്തെങ്കിലും കുടിച്ചിട്ട് പോവാം. നമ്മൾ അവിടെ നിന്ന് കുറച്ച് അവരുടെ എന്തോ ഒരു ടൈപ്പ് വെള്ളം കുടിച്ചതാ. എന്തൊരു ചൊവ്വ ഉണ്ടായിരുന്നു അതിൽ. പകുതി സിക്കിയാർട്ട് അതൊക്കെ ഇവരുടെ അഡ്വർടൈസ്മെന്റ് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കണേ. അല്ല വേറെ പുറമേത്തെ പരസ്യമൊന്നുമല്ല. ഒക്കെ ഇവരുടെ ആചാരങ്ങളും ഇവിടുത്തെ ഈ പഞ്ചാബിലത്തെ കാണാനുള്ളതും ഈ അമൃത്സരത്ത് വേറെ എന്താണ് കാണാനുള്ളതൊക്കെ. ഇവിടെ ഒക്കെ ഈ തണുപ്പ് സീസൺ തുടങ്ങിയ കാരണേ ഇങ്ങനത്തെ ഐറ്റംസ് ആട്ടാ കൂടുതൽ. കണ്ടില്ലേ നോക്കിയാൻ. ഏതിനു പറഞ്ഞ കുൽഫി അല്ല കുൽഫി ബൈ ദോബി തോ കുൽഫി കണ്ട ഇത് വല്ലാണ്ട് കട്ട മധുരൊന്നുമില്ല, നല്ല സിമ്പിൾ ടേസ്റ്റ് ഉണ്ട്. ഞാനുള്ളത് കുൽഫി പല ടൈപ്പുള്ള. നമ്മുടെ അടുത്ത പോലത്തെ കുൽഫി എന്നല്ല, നമ്മുടെ അടുത്ത ഐസ് ഇങ്ങനെ ഇട്ടിട്ട് കളർ കയറ്റിയുള്ള ഐറ്റാ. ഇതെന്തല്ല, ഇത് പക്ക പാല് നമ്മൾ 5 രൂപയുടെ പാൽപ്പാടില്ല നമ്മുടെ അവിടുത്തെ ആ സെയിം പാൽപ്പേട ടേസ്റ്റാ. അല്ല പാൽപ്പേട ടേസ്റ്റില്ല, അത് ഭയങ്കര ഡേഞ്ചറാ. അത് ഐസും ഏതോ കളർ എസൻസ് ഒക്കെ കയറ്റണം. കോഴിക്കോട് കണ്ടല്ലേ അങ്ങനെ. അവൻ കുറേ നേരം ചോദിക്കുക എന്താണ് ക്യാമറ ആണെന്ന് ചോദിക്കുക. ഇത്ര ചെറിയ ക്യാമറ എങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് ചോദിക്കുക. നമുക്ക് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി നടക്കാം. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വിട്ടുവിട്ടാ ഗോൾഡൻ ടെമ്പിളിൽ അവിടെ നിന്ന് വിട്ടത് കണ്ടില്ലേ. ഞാൻ നമ്മൾ മാർക്കറ്റ് എത്തിയത് നമ്മളവിടുത്തെ കണ്ടാ. തണുപ്പായി തുടങ്ങി. അത് തന്നെ ഇതൊന്നും നോക്കാല്ലേ. നമ്മുടെ പാനിപ്പൂരി മൊത്തത്തിൽ. ബർഗർ कितने പോയി? ये टिक्की चाट 30 रुपए का प्लेट आएगा, 2 टिक्कियाँ. ये हॉट डॉग है 30 रुपए का आएगा. നമുക്കൊന്നും വേണ്ടല്ലോ. ഇത് കണ്ട ഇത് ദൂതാടാ ദൂത് ബദാം മിൽക്ക് 30 രൂപ ഒരു പ്ലേറ്റിന്. പിന്നൊക്കെ എന്താ പറയുക, അയ്യോ തണുത്ത് തുടങ്ങിയില്ലേ. മമ്മോസിന് നോക്കിയാൽ മമ്മോസ് വേണം എനിക്ക് പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ സ്ഥിരം മമ്മോസ്, പക്ഷെ റേറ്റ് കൂടുതൽ 50 രൂപ. 50 രൂപയ്ക്ക് 10 എണ്ണം അല്ലേ.
ഇതൊക്കെ നമ്മൾ ട്രൈ ചെയ്തിട്ടുള്ള മറ്റേ ഇതാട്ടാ ഏത് കണ്ടാ കബാബുകളാട്ടാ കണ്ട ഒക്കെ കാണുമ്പോൾ നോൺ വെജിൻ്റെ പോലെ പക്ഷെ ഒക്കെ വെജാട്ടാ. നമുക്ക് പിന്നെ ഇത് ന്യൂട്രൽ ഇത് ചെയ്യാം കണ്ടാ ചൂടാക്കി കണ്ട നോക്കിയാൽ കണ്ടില്ലേ ഒക്കെ മീട്ടയാ മധുരമാണ് മെയിൻ കണ്ടാ. ലഡ്ഡു പണി എടുക്കണ മഞ്ഞ മദാന എന്ന് പറയാം. ഒക്കെ പഞ്ചാബികളുടെ സ്പെഷ്യൽ ഇതാട്ടാ. നോക്കിയാൻ ശർക്കര പോലെ സാധനം എടുക്കണ നമ്മുടെ സാധാരണ ഓറഞ്ച് ലഡ്ഡു ബാക്കിയൊന്നും കാണാതെ. ഇത് ഗുലാബ് ജാമ ഇത് രസഗുള. ഹോട്ടലിൽ നിന്ന് അടിക്കില്ല പഗ് കിടന്ന് കളിക്കണം. നോക്കിയാൻ നമുക്ക് നമ്മുടെ മൊമോസ് കഴിക്കാം. ഇത് സ്റ്റീം ചെയ്തോണ്ടിരിക്കണം കണ്ടാ. ഇതൊക്കെ നമുക്കുള്ള കേട്ടാ. ഇതില് എത്ര എണ്ണാവുന്ന എനിക്കറിയില്ല. 10-30 ഉണ്ട്. ഇതിൽ 10 നമ്മുടെയാ. നമ്മളെ നൈസായിട്ട് ഉള്ളിൽ കയറിയിരിക്കുക കാരണം അവിടെ പുറത്ത് നല്ല തണുപ്പായി കണ്ടില്ലേ. നമ്മുടെ സാധനം ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. സാധനം വന്നിട്ട് കഴിക്കാം. വേവ് ഉണ്ടാ മാവിന് കുറച്ച് ലൈറ്റായിട്ട് കട്ടി കൂടി. നല്ല പുളിണ്ടാ മയോണൈസ് അല്ല. ഇത് വേറെ സാധനം ഇതെല്ലാം പുറത്തേക്ക് ഇറങ്ങാൻ. നോക്കിയാൽ പരിപ്പട പോലത്തെ വേറെ സാധനം. ഇത് മീനാന്ന് കൊണ്ടില്ലേ അല്ലല്ലേ. ഇത് പിന്നെ ചോറിലപ്പം പോലത്തെ വേറെ ഐറ്റം. നമുക്ക് നൈസായിട്ട് റൂമിൻ്റെ അവിടെ വിടാം. ഇവിടുത്തെ ഇവിടെ ഇത്ര തന്നെയുള്ള മാർക്കറ്റ്. നമുക്ക് ആ സൈഡിലേക്ക് കിടക്കാം. അപ്പോൾ മാർക്കറ്റ് കുറച്ചും കൊണ്ട് ഹെവി ആക്കാം. ഇതായിട്ട് ഡ്രാഗൺ റോള് കണ്ടില്ലേ. ഇതാണ് ഡ്രാഗൺ റോള്. ഏകേ ബൈ മഷ്റൂം സ്റ്റിക്ക്. കൂണ് ഇതൊക്കെ കബാബുകളാട്ടാ. പൂറ കബാബ് ബൈ. ഏകേ ചീസ് സ്പ്രിംഗ് റോൾ. പക്ഷെ ഒന്നും നമ്മൾ കഴിച്ചു നോക്കണില്ല കാരണം ഹെവി റിസ്ക്കാ. ആള് ഓപ്പൺ എയറിലാണ് ഉണ്ടാക്കണേ. മൊമോസ് ആണെങ്കിൽ മറ്റേ അതിൻ്റെ ഉള്ളിൽ വെച്ച് സ്റ്റീം ചെയ്യണ തന്നെ കുഴപ്പമില്ല. വാളിൻ്റെ കളക്ഷൻ ഉണ്ട്. വാളിൻ്റെ കളക്ഷൻ നോക്കിയാൽ വേറെ വൈബല്ലേ. നോക്കിയാൽ വാളൊക്കെ ഇരാട്ടിരിക്കണേ. ആ കോടലി അതുകൊണ്ടല്ലേ ജോൺസേ പോളിഷ് ചെയ്ത് വെച്ചിട്ട് കോടലി പോലെ തിരിക്കാൻ നോക്കിയാൽ. കിറ്റിനൊക്കെ പോയി 400 400 രൂപയുടെ ഈ സാധനത്തിന് നോക്കിയാൻ. അവിടെ ചോള നോക്കിട്ട് അവർക്ക് എടുത്ത് കളിക്കുന്ന അത്ര ഇഷ്ടമില്ല. കാരണം നമ്മൾ വെറുതെ ഷൂട്ട് ചെയ്ത് പോകണമല്ലോ. അത് വരാൻ കണ്ടില്ലേ. ലോക്കറ്റൊക്കെ ഇടാൻ പറ്റിയ സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ നോക്കിയാൻ. കാരണം നമ്മൾ വാങ്ങണ്ടെങ്കിൽ കുഴപ്പമില്ല. വാങ്ങാത്ത കാരണേ ഒത്തിരി സീനാ. ഓക്കെ ഫുള്ള് കത്തികളാ. നമുക്ക് ഇനി ഇവിടെ നിന്ന് കുറച്ചുകൂടി നടക്കാണ്ട്. ഈ ഗോൾഡൻ ടെമ്പിൾ 4 സൈഡ് കണ്ടില്ലേ. ഈ മൊത്തമായി വാമലൈറ്റിൻ്റെ ഡെക്കറേഷൻ ഇടാൻ നോക്കിയാൽ കണ്ടില്ലേ. ഇത് മാർക്കറ്റാണ്. പക്ഷെ മാർക്കറ്റൊക്കെ അടച്ചു. 8 മണിയായിട്ടല്ലോ. തണുപ്പ് കൂടിയ സ്ഥിതിക്ക് അടച്ചതാവും. നമുക്കും ഇതേ തണുപ്പ് പറ്റാണ്ടായി തുടങ്ങിയിട്ടാ. എത്ര പെട്ടെന്ന് വീട് പിടിക്കാം. റൂം പിടിക്കാം. റൂം പെട്ടെന്ന് ക്ലൈമറ്റ് പറയാം. ഒറ്റടിക്ക് ക്ലൈമറ്റ് പറയും. ഇതൊക്കെ മീട്ടേട്ടാ. അതേ മധുരാട്ടാ. കണ്ടില്ലേ നോക്കിയാൽ കപ്പലണ്ടി ഇതൊക്കെ. നമ്മൾ ഇത്തിരി വൈകി പോവാ. നമ്മൾ ഇത്തിരി വൈകിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മെയിനായിട്ട് ക്ലൈമറ്റ് മാറിയപ്പോൾ ഓൾറെഡി കട ക്ലോസ്ഡാ. 8:30 9 മണിയായിപ്പോൾ. ഓക്കെ കടമൊക്കെ അടച്ചു. കാരണം നമ്മൾ വരുമ്പോൾ അത്യാവശ്യം കവർ ചെയ്തിട്ടുള്ള തന്നെ കുഴപ്പമില്ല. നമ്മൾ അത്യാവശ്യം മാർക്കറ്റ് കാണിച്ചിട്ടുണ്ടല്ലോ. പിന്നെ തണുപ്പ് കൂടി അത് കാരണമാണ്. പിന്നെ നമുക്ക് നാളെ നേരത്തെ 7 മണി 8 മണി കഴിഞ്ഞിട്ട് പോകാനുള്ളതാണ്. 800 സംതിങ് കിലോമീറ്റർ രാജസ്ഥാനിലേക്ക്. നമ്മുടെ റാഡിഷിൻ്റെ ഇല്ല റാഡിഷ് സലാഡാടാ കണ്ടില്ലേ. മഞ്ഞ ഓറഞ്ച് പച്ച റാഡിഷ് എന്ന് വെച്ചാൽ വെള്ളക്കയറ്റ് എന്നാണെന്ന് എനിക്കറിയില്ലടാ. അതിൻ്റെ 3 ടൈപ്പുള്ള കളേഴ്സിലേക്ക് കയറ്റി വെച്ചിരുന്നു. ഈ മറ്റേ മഞ്ഞ കൂടി മാറ്റിങ്ങ മറ്റേ പതാകയുടെ കളറാക്കായിരുന്നല്ലേ. പിന്നെ കളർ പിന്നെ കുറവുള്ള കാരണം കുഴപ്പമില്ല. ഇതൊക്കെ ഷൂ മാർക്കറ്റായിട്ടാ നോക്കിയാൻ കണ്ടില്ലേ. നമ്മളിപ്പോൾ വന്നപ്പോൾ കുറച്ച് ലേറ്റായി കാരണം കടകളൊക്കെ അടയ്ക്കാനുള്ള മൈൻഡിലേക്ക് വന്നു തുടങ്ങി. 9 മണി ആയി തുടങ്ങി. 9 മണിക്കുള്ളിൽ ഇവിടെ കട അടച്ചു തുടങ്ങും. ലാസ്റ്റ് കച്ചവടത്തിൻ്റെ തിരക്കിലാണല്ലോ ഇപ്പോൾ. നമ്മൾ നേരത്തെ വന്നപ്പോൾ ഇതിൻ്റെ തിരക്കുണ്ടായിരുന്നു ഇല്ലടാ. നമുക്ക് ഈ പട്ടത്തിൻ്റെ ഉള്ളിൽ കൂടി ഒന്ന് കയറാട്ടാ. പട്ടം ഉണ്ടാക്കണ ഒരു സ്പോട്ടാ കണ്ടില്ലേ. വെറൈറ്റി പട്ടങ്ങളാട്ടാ കണ്ട. ഇവിടുത്തെ മെയിൻ ഒരു കളിയാട്ടാ ഈ പട്ടം പറപ്പിക്കല് കണ്ടാ. ഇതൊക്കെ പട്ടം പറപ്പിക്കുന്ന നൂലാട്ടാ. അത് കണ്ടാ നൂലും അതുപോലെ ഇതിൻ്റെ റോള്
കണ്ടാ പല പല പട്ടങ്ങൾ കണ്ടാ നോക്കിയാൽ നോക്കി ഒരു വെറൈറ്റി കളറല്ലേ സിമ്പിൾ നല്ല ചോൺസ് നോക്കി നീ എയ്മുണ്ട് ഇത് മറ്റേ സിൽവർ പേപ്പറല്ലേ ഇത് ഗോൾഡൻ പേപ്പർ ഇത് മറ്റേ ചൈന പേപ്പറല്ലേ ഇത് അല്ലേ കണ്ടില്ലേ പട്ടത്തിന്റെ ഒരു കല്യാട്ടാ നോക്കിയാൻ കണ്ടാ ഇത്ര വലിയ പട്ടം കണ്ടിട്ടുണ്ട് നിങ്ങൾ എവിടെയെങ്കിലും നോക്കിയാൻ കണ്ടാ പട്ടത്തിനായിട്ടൊരു കടയാട്ടാ ഒക്കെ അതേ വെറൈറ്റി പട്ടങ്ങളാ നിങ്ങളിവിടുത്തെ മാർക്കറ്റിൻ്റെ പ്രത്യേകത ഉണ്ടില്ലേ ഇപ്പോൾ അടച്ചു തുടങ്ങി പക്ഷേ ഈ ലൈറ്റുകൾ കണ്ടില്ലേ ഈ ലൈറ്റിങ്ങുകളുടെ ഒരു ആംബിയൻസിലാട്ടോ മെയിനായിട്ട് ഇവിടുത്തെ മാർക്കറ്റുകൾ നടന്നുകൊണ്ട് പോകണം മനസ്സിലായോ രാത്രി ലൈറ്റ് ഇട്ടിട്ട് നമ്മൾ ഈ ഒരു മാർക്കറ്റുകൾ നടക്കുമ്പോൾ കിട്ടുന്ന ഫീലില്ലേ വേറെ വൈബ് ശരിക്കും ഒരു പുറത്തത്തെ ഒരു ടച്ചാണ് വരണേ സൗണ്ട് കേൾക്കണണ്ടാ ബാബാജിക്ക് ആവാസ് എന്നാ പറയാ ഇവിടെ ഈ ഗോൾഡൻ ടെമ്പിളിൽ നിന്ന് വരുന്നതാട്ടോ എടാ കണ്ടില്ലേ ഒക്കെ ആചാരമായിട്ട് വരാം കണ്ടാ കണ്ടില്ലേ ഇതൊക്കെ ഒരു ആചാരത്തിന്റെ പാർട്ടാട്ടോ അത് വരുന്നത് ഇപ്പോൾ നമ്മുടെ മറ്റേ ഗോൾഡൻ ടെമ്പിളിൽ നിന്നാ നമ്മുടെ റൂമിന്റെ വഴിയെത്തി നമുക്കൊരു കോഫി കുടിക്കാം എന്നിട്ട് നമുക്ക് ചലിക്കാട്ടോ അതെ ഇന്നത്തെ എപ്പിസോഡ് കൂടെ വൈൻഡപ്പ് ചെയ്യട്ടോ അതെ നമ്മുടെ റൂമിൻ്റെ അടുത്ത് തന്നെ ഒരു ചായക്കട കോഫി കുടിക്കണേ അപ്പോൾ അതെ ഇവിടെ എല്ലാവരും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതെ ഇന്ന് നമ്മൾ അമൃത്സർ മൊത്തം കറങ്ങി നാളെ നമ്മൾ രാജസ്ഥാൻ പോവാം നാളെ ഇവിടുന്ന് 800-900 കിലോമീറ്റർ ഉണ്ട് എന്തായാലും മൊത്തം കവർ ചെയ്യാൻ പറ്റില്ല പരമാവധി നമ്മളൊരു 8 മണി 7 മണിക്ക് ഇറങ്ങിയിട്ട് പരമാവധി എത്ര പോലെ എത്തും 6 മണി വരെ 5 മണി വരെ വണ്ടി ഓടിക്കുള്ളൂ കാരണം റൂട്ടിന് ഒരു ഐഡിയ ഇല്ല അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വാഗാ ബോർഡർ പോകാൻ പറ്റിയില്ല കേട്ടോ ഈ പഞ്ചാബ് വരെ വന്നിട്ട് കൊറോണനെ ഇത് ചെയ്തിട്ട് ക്ലോസ്ഡ് ആണ് അതുകൊണ്ടാണ് പോകാൻ പറ്റാത്തത് നല്ല തണുപ്പുണ്ട് അപ്പോൾ ചാനലിൽ പേര് മറക്കരുതോ സ്മൈൽ ബിഗിൻസ് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ ഓക്കെ ഷെയർ ബെൽ ബട്ടൺ പറഞ്ഞോട്ടോ അപ്പോൾ നാളെ ഒരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം നമ്മൾ നാളത്തെ വീഡിയോയിൽ മിക്കതും കാണിക്കുന്നത് പഞ്ചാബിൽ നിന്ന് നേരെ രാജസ്ഥാൻ വരെ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്പോട്ട് വരെ പോകണതായിരിക്കും നാളത്തെ എപ്പിസോഡ് കാണാം കേട്ടോ ഓക്കെ അപ്പോൾ ചാനലിൽ പേര് മറക്കണ്ട സ്മൈൽ ബിഗിൻസ്